നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 ജൂൺ മാസം 3-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 20-ാം തീയതി ചൊവ്വാഴ്ച. ചൊവ്വാഴ്ചയാണ്. പൂരം നക്ഷത്രമാണ്. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ പൊതുവേ നല്ല ദിവസമല്ല. ആഴ്ച നോക്കുമ്പോൾ വളരെ ദോഷപ്രദമായ ദിവസമാണ് ചൊവ്വാഴ്ച. പലതരത്തിലുള്ള വിഷമവും ടെൻഷനും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ് ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ച, അതുപോലെ തന്നെ ആഴ്ച തന്നെ ചൊവ്വാഴ്ച. മറ്റൊന്ന്, ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് നല്ല നക്ഷത്രമാണ്, പൂരം നക്ഷത്രം. പൂരം അനുകൂലപ്രദമായ നക്ഷത്രമാണ് എങ്കിൽ പോലും ദിവസം നല്ലതല്ല. ചൊവ്വാഴ്ച ശത്രുതയേറിയ ദിവസമാണ്. ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടും. അതുപോലെ അപകടങ്ങൾ ഒക്കെ വരുന്ന ദിവസമാണ് ചൊവ്വാഴ്ച. ഒരു ദിവസം ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, ഇടവ മാസത്തിലെ പൂര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഇന്ന് ചൊവ്വാഴ്ച ഫലം ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചൊവ്വാഴ്ച ഫലം കൊണ്ട് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് കേസ്, വഴക്ക്, അതേപോലെ അഗ്നിഭയം ഉണ്ടാവുക, അതുപോലെ ആക്സിഡൻ്റ് ഉണ്ടാവുക, സർജറിക്ക് വിധേയമാവുക, ഇവയൊക്കെ ഉണ്ടാകാൻ ഇടവരുന്ന ഒരു വർഷമാണ്. നമ്മൾ വളരെ സൂക്ഷിക്കണം ഈ ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാർ. അത് നമുക്ക് പരിഹാരമായി ചെയ്യേണ്ടത് എന്താണ്? ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങൾ, നമുക്ക് ചെയ്യേണ്ട പ്രതിവിധികൾ ചെയ്ത് പോകണം. പ്രധാനമായി മുരുകക്ഷേത്രം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ ചൊവ്വാഴ്ച ദിവസം ഭസ്മാഭിഷേകം, ശരിക്ക് സുബ്രഹ്മണ്യ സ്വാമിക്കാണെങ്കിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. ദേവിക്ക് കുങ്കുമ അർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ നടത്തണം. അതുപോലെ തന്നെ ഒരു ശ്രീമുരുക യന്ത്രം, അപകടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ഒരു ത്യാഗരക്ഷ കെട്ടിക്കൊള്ളുക. 1 ഇയർ, ഒരു വർഷത്തേക്ക് നമുക്കൊരു സംരക്ഷണം ഈ ചെയ്തു പോവുക. ഇന്ന് ചൊവ്വാഴ്ചയാണ്, നല്ല ദിവസമല്ല. ഓരോ കാര്യത്തിന് പോകുമ്പോഴും രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാവുകാലം ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. ശരിക്ക് 3:31 തൊട്ട് 5 മണി 5 മിനിറ്റ് വരെയാണ്. 3 തൊട്ട് 4:30 വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും 3:31 തൊട്ട് തുടങ്ങും. 5 മണി 5 മിനിറ്റ് വരെ രാവുകാല സമയമാണ്. രാവുകാല സമയം ശുഭകാര്യയാത്രയ്ക്ക് ഒഴിവാക്കുക. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതിലൊന്ന് ഗുളികകാല സമയം വരുന്നത് 12 മണി 23 മിനിറ്റ് തൊട്ട് 1 മണി 53 മിനിറ്റ് വരെയും, അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 8:14 തൊട്ട് 9:14 തൊട്ട് 10:49 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. 11 മണി 59 മിനിറ്റ് തൊട്ട് 12:47 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ള കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.